പകൽ മുഴുവൻ പണിപ്പെട്ട് ഒരു പടുകൂറ്റൻ പാറക്കല്ല് മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുക. ഉച്ചിയിലെത്തുമ്പോൾ അത് താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുക. ഇതായിരുന്നു നാറാണത്ത് ഭ്രാന്തന്റെ വിചിത്രമായ വിനോദം. ലോകം മുഴുവൻ ഇതിനെ ഭ്രാന്തായി കണ്ടപ്പോൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതൊക്കെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന വലിയ സത്യമാണ് അയാൾ ചിരിച്ചുകൊണ്ട് പഠിപ്പിച്ചത്. പകൽ മുഴുവൻ ഭിക്ഷാടനം നടത്തി കിട്ടുന്നതുകൊണ്ട് വിശപ്പടക്കുന്നവനായിരുന്നു അദ്ദേഹം. സന്ധ്യയാകുമ്പോൾ എവിടെയാണോ എത്തുന്നത് അവിടെ തന്നെ അടുപ്പുകൂട്ടി താൻ ശേഖരിച്ച അരിയും സാധനങ്ങളും ഉപയോഗിച്ച് പാകം ചെയ്യും. അത് കഴിച്ച് അവിടെ തന്നെ സുഖമായി ഉറങ്ങും. പിറ്റേന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ പുതിയൊരു യാത്ര തുടങ്ങും. ഇതായിരുന്നു അയാളുടെ നിസ്സംഗമായ ജീവിതചര്യ. ഒരിക്കൽ ഒരു അർദ്ധരാത്രിയിൽ ശ്മശാനത്തിലെ എരിയുന്ന ചിതയിൽ നിന്ന് കനലുകൾ വാരിക്കൂട്ടി അയാൾ കഞ്ഞി വെക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ പടയണി നടത്തുന്ന ചുടലഭദ്രകാളിയും ഭൂതഗണങ്ങളും പ്രത്യക്ഷപ്പെട്ടത്. തന്നെ കണ്ടിട്ടും ഭയപ്പെടാത്ത ഭ്രാന്തനെ കണ്ട് ദേവി അമ്പരന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ദേവി ആവശ്യപ്പെട്ടപ്പോൾ, ഇത് നിങ്ങളുടെ പറമ്പാണെങ്കിൽ ഞാൻ മാറാം, പക്ഷേ ഇത് ആരുടെയും സ്വന്തമല്ലല്ലോ എന്നായിരുന്നു ഭ്രാന്തന്റെ മറുപടി. ഭ്രാന്തന്റെ ജ്ഞാനം കണ്ട് പ്രസാദിച്ച ദേവി വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. മരിക്കാത്ത വരം ചോദിച്ചപ്പോൾ പ്രകൃതി നിയമം മാറ്റാൻ കഴിയില്ലെന്ന് ദേവി മറുപടി നൽകി. ഒടുവിൽ തന്റെ ഇടതുകാലിലെ വലിയ മന്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, എങ്കിൽ ദേവി, എന്റെ ഈ ഇടതുകാലിലെ മന്ത് മാറ്റി അതൊന്ന് എന്റെ വലതുകാലിലേക്ക് വെച്ചു തരുമോ? തന്റെ വിധിയെപ്പോലും പരിഹസിച്ച ആ മനുഷ്യന്റെ മുന്നിൽ ദേവി വിനയാന്വിതയായി. വരം നൽകി ദേവി അപ്രത്യക്ഷയായി. തന്റെ മന്തു മാറിയ കാലുമായി ആ ശ്മശാനത്തിലിരുന്ന് അയാൾ ഉറക്കെ ചിരിച്ചു.